പെൺകുട്ടിയുടെ പേരാണ് മരിയ. ഇവളൊരു കന്യാസ്ത്രീയാണ്. ഇവളിപ്പോൾ യാത്ര ചെയ്യുന്നത് അവളുടെ കസിനെ കാണാൻ വേണ്ടിയാണ്. അവളൊരു ഹോസ്റ്റലിലാണ് താമസിക്കുന്നതെന്ന് മാത്രമേ അവൾക്ക് അറിയുള്ളൂ. അവൾ കാണാൻ പോവുകയാണ് അവളെ. അവളുടെ പേരാണ് ആൻസി. അങ്ങനെ അവർ കുറച്ചു നേരം ഇരുന്ന് സംസാരിക്കുകയാണ്. ആൻസിക്ക് ഒരുപാട് സന്തോഷമായി മരിയെ കന്യാസ്ത്രീ ആയതിനു ശേഷം ആൻസി അവളെ ആദ്യമായിട്ടായിരുന്നു കാണുന്നത്. ആൻസിയുടെ വിശേഷമെല്ലാം മരിയോട് പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ കുറേ നേരം കഴിഞ്ഞപ്പോഴത്തേക്ക് അവളുടെ ഫ്രണ്ട്സിനെ എല്ലാം പരിചയപ്പെടുത്തുകയായിരുന്നു. അവിടെ ആൺകുട്ടികളും പെൺകുട്ടികളും ഒരുമിച്ചാണ് താമസിക്കുന്നതെന്ന് അപ്പോഴാണ് മരി അതൊന്നും വലിയ കാര്യമാക്കാതെ തന്നെ അവർ ഒരുമിച്ച് എല്ലാവരും കൂടി ഇരുന്ന് ഫുഡ് കഴിക്കുന്നുണ്ടായിരുന്നു. അതിനുശേഷം ആൻസി അവളുടെ ഒരു ഡ്രസ്സ് എടുത്ത് മരിയയ്ക്ക് കൊടുക്കുന്നുണ്ടായിരുന്നു. ഇതിട്ടാ മതി ചേച്ചി. അവൾക്കൊരു റൂം കാണിച്ചു കൊടുക്കുകയും ചെയ്തു. അതിനുശേഷം ആൻസി പറയുന്നുണ്ടായിരുന്നു, ഞങ്ങൾ കപ്പിൾസായിട്ട് അവിടെ താമസിക്കുന്ന കാര്യം വീട്ടിൽ ചേച്ചി പറയരുതേന്ന്. രാത്രിയായിട്ട് മരിയയ്ക്ക് ഉറക്കം വരുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ അപ്സ്റ്റേഴ്സിൽ നിന്നും കുറച്ച് അനാവശ്യ ശബ്ദങ്ങളും അവൾ കേൾക്കുന്നുണ്ടായിരുന്നു. ആദ്യമേ അത് കേട്ടപ്പോൾ അവൾക്ക് വളരെയധികം വിഷമം തോന്നി. അവൾക്ക് ഇവിടെ നിന്ന് പോയാൽ മതിയെന്നുള്ളൊരു ചിന്തയായി മാറി. അങ്ങനെ പിറ്റേ ദിവസം രാവിലെയായി. കാണിക്കുന്ന പയ്യനാണ് ആൻസിയുടെ ലവർ വിഷ്ണു. കാപ്പി ഉണ്ടാക്കിയപ്പോൾ അവൻ അവൾക്കും ഉണ്ടാക്കി കൊടുത്തായിരുന്നു. എല്ലാവർക്കും അവളോട് വലിയ ബഹുമാനമായിരുന്നു, അവൾ സിസ്റ്റർ ആയതുകൊണ്ട്. ലവർ വിഷ്ണു ഒരുപാട് അടുക്കുമ്പോൾ അവൾക്ക് ഒരുപാട് വിഷമം തോന്നുന്നുണ്ടായിരുന്നു. വിഷമങ്ങളും മറക്കാൻ വേണ്ടി അവൾ ഇടയ്ക്കിടയ്ക്ക് പള്ളിയിൽ പോയി പ്രാർത്ഥിക്കുമായിരുന്നു. അടുത്ത പള്ളി കണ്ടുപിടിച്ചിട്ടായിരുന്നു അവൾ അവിടെ പോയി പ്രാർത്ഥിക്കുന്നത്. ആ ദിവസം ആൻസി മരിയെ അവളുടെ സാധാ ഡ്രസ്സ് ഇടിയിപ്പിച്ചു, കന്യാസ്ത്രീ വസ്ത്രം മാറ്റി. ഇതിൽ അവളെ കണ്ടപ്പോൾ അവൾക്ക് തന്നെ ഒരുപാട് സുന്ദരിയായി തോന്നി. വീട്ടുകാരുടെ നേർച്ച കാരണമാണ് അവൾ കന്യാസ്ത്രീ ആയത്. അവൾക്കൊരു സാധാ പെൺകുട്ടിയെ പോലെ ജീവിക്കാനായിരുന്നു താല്പര്യം. പക്ഷേ അതവൾ ആരോടും പറഞ്ഞില്ല. കൂട്ടുകാരെല്ലാവരും കൂടി ചേർന്ന് ഭക്ഷണം കഴിക്കാൻ തീരുമാനിച്ചു. മരിയ അവരുടെ കൂട്ടത്തിലുള്ള ഒരാളായിട്ട് തന്നെയായിരുന്നു കാണുന്നത്. ഇവരുടെ കൂടെ ജീവിക്കുമ്പോൾ ഇവൾക്കും സാധാരണ ഒരു പെൺകുട്ടിയായി ജീവിക്കണമെന്ന് വലിയ ആഗ്രഹം തോന്നി. അങ്ങനെ അർദ്ധരാത്രി സമയത്ത് ഒരു ദിവസം വിഷ്ണു അവളുടെ റൂമിലേക്ക് വരുന്നുണ്ടായിരുന്നു. വെള്ളം എടുക്കാനെന്നായിരുന്നു പറഞ്ഞായിരുന്നു അവൻ വന്നത്. അവരറിയാതെ തന്നെ അവർ ഒരുപാട് അടുത്ത് പോയിരുന്നു. അവൾ കന്യാസ്ത്രീ ആണെന്നുള്ള കാര്യം അവൾ ഒരു നിമിഷം മറന്നുപോയി. അവളൊരു സാധാരണ പെൺകുട്ടിയായി ജീവിക്കാൻ തീരുമാനിച്ചു. വിഷ്ണു അവളുടെ കഴുത്തിലെ കുരിശ് കണ്ടതും ഞെട്ടിത്തിരിച്ച് ബാക്കിലോട്ട് മാറുകയും ചെയ്തു. ആ സമയം തന്നെ ആൻസിയും അങ്ങോട്ട് വന്നിട്ടുണ്ട്. റൂമിൽ നടന്ന കാര്യമൊന്നും ആൻസി അറിയുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ചേച്ചി കിടന്നു എന്ന് പറഞ്ഞ് അവൾ പോകുന്നുണ്ടായിരുന്നു. പിറ്റേ ദിവസവും അവൾ പള്ളിയിലേക്ക് പോയി. അതിനുശേഷം അവളുടെ അമ്മയെ കാണാനും അവൾ ഗ്രാമത്തിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. അമ്മയോട് വല്ലാത്തൊരു അകൽച്ചയായിരുന്നു കാണിക്കുന്നത്. അമ്മ കാരണമാണ് എനിക്ക് ഈ ഗതി വന്നത്. എനിക്കൊരു സാധാരണ പെൺകുട്ടിയായിട്ട് ജീവിക്കാമായിരുന്നു. അമ്മ അവളോട് ചോദിക്കുന്നുണ്ടായിരുന്നു, നീ ഇനി മടത്തിൽ തിരിച്ചു പോകുന്നില്ലേ എന്ന്. അവൾ പറയുകയാണ്, ഞാൻ ഇനി പോകുന്നില്ല എന്ന്. കാരണം എനിക്കിനി പോകാൻ കഴിയില്ല എന്ന്. ഞാൻ അറിയാതെ ഒരു ആണിനെ സ്പർശിച്ചു പോയി. അവളോട് ദേഷ്യപ്പെട്ട് ആ വീട്ടിൽ നിന്ന് അവളെ ഇറക്കി വിടുന്നുണ്ടായിരുന്നു. അവൾ തിരിച്ച് ആൻസിയുടെ അടുത്ത് തന്നെ എത്തി. പക്ഷെ അവൾ ആൻസിയോട് ഈ കാര്യമൊന്നും പറഞ്ഞില്ല. അവിടെ ഒരു റിനോവേഷൻ നടക്കുന്ന കാരണം ഇപ്പോൾ എനിക്ക് അവിടെ പോകാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അവൾക്ക് ഒരു കാര്യത്തിലും ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. എന്നും പ്രാർത്ഥിച്ചിട്ട് ഫുഡ് കഴിക്കുന്ന അവൾ ആ ശീലം പോലും പതിയെ മറന്നു തുടങ്ങി. എല്ലാവരും അവളുടെ മാറ്റം ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ആൻസിക്കറിയാം മരിയയുടെ കൈ ഫോണൊന്നുമില്ല. അവൾ കന്യാസ്ത്രീ മഠത്തിൽ ഫോണൊന്നും ഉപയോഗിക്കാറില്ല എന്ന്. വെറുതെ ഇരിക്കുമ്പോൾ സമയം പോകാൻ വേണ്ടി അവൾ ഒരു ഫോണും കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിറ്റേ ദിവസവും രാത്രി വിഷ്ണു ആ റൂമിലോട്ട് വന്നിട്ടുണ്ടായിരുന്നു. പ്രപ്പോസ് ചെയ്യാൻ വേണ്ടിയായിരുന്നു അവൻ വന്നത്. എനിക്ക് തന്നെ ഒരുപാട് ഇഷ്ടമാണ്, വിവാഹം കഴിക്കാൻ താല്പര്യമുണ്ടെന്ന്. പക്ഷെ അവൾ പറയുകയാണ്, എനിക്ക് വിവാഹം കഴിക്കാനൊന്നും താല്പര്യമില്ല എന്ന്. അത് കേട്ടിട്ട് അവൻ ദേഷ്യപ്പെട്ട് ഇറങ്ങി പോവുകയായിരുന്നു റൂമിൽ. അവൾ അതിനുശേഷം ഒരുപാട് ദുസ്വപ്നങ്ങൾ രാത്രിയിൽ കാണുന്നുണ്ടായിരുന്നു. അവൾക്ക് എന്ത് ചെയ്യണമെന്ന് പോലും അറിയാത്ത അവസ്ഥയായിരുന്നു. അവൾ പാപം ചെയ്യുന്ന പോലെ അവൾക്ക് തോന്നുന്നുണ്ടായിരുന്നു. അങ്ങനെ പിറ്റേ ദിവസം അവൾ കന്യാസ്ത്രീ അല്ലാത്ത വേഷത്തിൽ പള്ളിയിൽ പോകുന്നുണ്ടായിരുന്നു. അവിടെ വെച്ച് ഒരാൾ അവളുടെ കയ്യിൽ ഒരു നോട്ടീസ് കൊടുക്കുന്നുണ്ടായിരുന്നു. അതിൽ കാണിച്ച അഡ്രസ്സുള്ള വീട്ടിലേക്ക് അവൾ പോവുകയാണ്. അങ്ങനെ അവൾ ഒരുപാട് സംസാരിക്കുന്നുണ്ടായിരുന്നു അയാളുമായിട്ട്. അങ്ങനെ ആ നോട്ടീസിൽ കണ്ട കാര്യത്തെപ്പറ്റി വിശദമായിട്ട് ചോദിക്കുമായിരുന്നു. അവൾ ബ്ലാക്ക് മാജിക് ഒക്കെ ചെയ്യുന്ന ഒരുതരം ആളായിരുന്നു അയാളായിരുന്നു ആ ക്യാമ്പ് സംഘടിപ്പിച്ചതും. ഒരുപാട് പേരും അയാളുടെ ടീമിലുണ്ട്. പെരുമാറ്റത്തിൽ ഒരുപാട് മാറ്റം ഉള്ളതായിട്ട് ആൻസിക്ക് തോന്നുന്നുണ്ടായിരുന്നു. അങ്ങനെ അവളത് ചോദ്യം ചെയ്യുകയും ചെയ്തു. പക്ഷെ അവളൊന്നും പറയാൻ കൂട്ടാ. അതിനുശേഷം അവൾ കന്യാസ്ത്രീ വസ്ത്രം ഊരി വെച്ചിട്ട് അവരുടെ ടീമിൽ ചേരുകയും അവരുടെ കൂടെ ഓരോ പൂജകൾ ചെയ്യുകയും ചെയ്യുന്നുണ്ടായിരുന്നു. അവൾക്ക് വളരെയധികം സന്തോഷം തോന്നി തുടങ്ങുകയും ചെയ്തു. മരിയയുടെ പെരുമാറ്റത്തിൽ വളരെയധികം അസ്വസ്ഥത തോന്നുകയായിരുന്നു ആൻസിക്ക്. പതിവ് പോലെ തന്നെ വിഷ്ണു മരിയയുടെ അടുത്ത് വരുന്നുണ്ടായിരുന്നു രാത്രിയിൽ റൂമിൽ. വളരെയധികം അടുത്ത് ഇടപഴകുന്നതും ഉണ്ടായിരുന്നു. ആ സമയം തന്നെ അവിടേക്ക് ആൻസി കയറി വരുന്നുണ്ടായിരുന്നു ആ റൂമിലേക്ക്. ഇവരെ ഒരുമിച്ച് കണ്ടപ്പോഴത്തേക്ക് അവൾ ശരിക്കും ഞെട്ടി. അവൾ മരിയെ ഒരുപാട് അടിക്കുകയും ചെയ്തു. തന്റെ ബോയ്ഫ്രണ്ടിനെ തന്നെ തട്ടിയെടുക്കാൻ നോക്കുന്നുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. കൂടാതെ തന്നെ അവളെ ആ വീട്ടിൽ നിന്ന് ഇറക്കി വിടുന്നുണ്ടായിരുന്നു. അവൾ അങ്ങനെ ചെന്നെത്തുന്നത് ഒരു കടൽ തീരത്താണ്. പെട്ടെന്ന് തന്നെ അവൾക്കൊരു വയറുവേദന അനുഭവപ്പെടുകയാണ്. അങ്ങനെ പെട്ടെന്ന് തന്നെ അവളുടെ വയർ വീർത്ത് വരുന്നുണ്ടായിരുന്നു. എന്ത് ചെയ്യണമെന്ന് അവൾക്ക് അറിയുന്നില്ല. സ്വപ്നമാണോ സത്യമാണോ എന്നൊന്നും തിരിച്ചറിയാൻ പറ്റാത്തൊരവസ്ഥയാണ്. അങ്ങനെ തന്നെ ആ സിനിമ അവസാനിപ്പിക്കുകയും ചെയ്യുകയാണ്.